Good morning, everyone. Today we are going to continue with our module 3. കഴിഞ്ഞ ക്ലാസ്സിൽ ബേഷ്യൻ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ കണ്ടത്. ഈ ബേഷ്യൻ ക്ലാസിഫിക്കേഷനിലെ ഒരു പ്രോബ്ലമാണ് നിങ്ങൾ ചെയ്തത്. ബേഷ്യൻ ക്ലാസിഫിക്കേഷന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോബബിലിറ്റി യൂസ് ചെയ്തിട്ടാണ് ഒരു പർട്ടിക്കുലർ ഇവന്റ് ഒക്കർ ചെയ്യുമോ ഇല്ലയോ ആ ക്ലാസ് ആകാൻ വേണ്ടിയിട്ട് എത്രത്തോളം പ്രോബബിലിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നൗ നമ്മുടെ ഡേറ്റ കറക്റ്റ് ആയിട്ട് ബേഷ്യൻ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ് ഡിസൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഡേറ്റ സെറ്റിലാണോ ട്രെയിനിങ് നടത്തിയിരിക്കുന്നത്, സോ ദ സാമ്പിൾസ് ദാറ്റ് വി ഹാവ് ഗോട്ട്, ഓക്കെ, സാമ്പിൾ ഡേറ്റ സെറ്റ് കറക്റ്റ് റെപ്രസെന്റേഷൻ ആയിരിക്കും, ട്രൂലി റാൻഡം ആയിരിക്കണം. എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പുതിയ ഡേറ്റ കിട്ടുമ്പം കറക്റ്റ് ആയിട്ട് ക്ലാസ്സിനെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, നൗ ഏത് ഡേറ്റ സെറ്റ് എടുത്താലും ഒരു ഡേറ്റ സെറ്റിന് ഡിസ്ട്രിബ്യൂഷൻ കാണും, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണും. നമുക്ക് ആ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് ഗസ് ചെയ്യാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ പാരാമീറ്റേഴ്സ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പുതിയ ഏത് ഡേറ്റ കിട്ടിയാലും ആ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമുക്ക് അതിനെ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നൗ ടു ഡു ദിസ് വി യൂസ് ML estimation or maximum likelihood estimation. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റയുടെ സ്വഭാവം അനുസരിച്ച്, ജനറൽ സ്വഭാവം അനുസരിച്ച് ഒരു ഡിസ്ട്രിബ്യൂഷൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓരോ ഡിസ്ട്രിബ്യൂഷനും പാരാമീറ്റേഴ്സ് ഉണ്ട്. ഈ പാരാമീറ്റേഴ്സ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട്, എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, എക്സാക്ട് വാല്യൂസ് അല്ല, കിട്ടിയിരിക്കുന്ന ഡേറ്റ സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഈ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് ഈ ML estimation algorithm ചെയ്യുന്നത്. Okay, so this will be slightly better than base classification simply because ഏത് ഡേറ്റ സെറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ഡേറ്റയെ ബേസ് ചെയ്ത് മാത്രമല്ല ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ആ ഡേറ്റയ്ക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ ചിലതൊക്കെ റോങ് ആയിരിക്കാം, ചിലത് ഔട്ട്സൈഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കാം, പക്ഷെ ജനറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ഡേറ്റ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് പുതിയൊരു ഡേറ്റ കിട്ടുമ്പോൾ അത് എവിടെയായിരിക്കും ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ ബേഷ്യൻ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ML estimation യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഇൻ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ഇതിൻ്റെ അകത്ത് ഇപ്പൊ നമ്മൾ കണ്ടു ഓൾറെഡി ദാറ്റ് ഡേറ്റയ്ക്ക് സാമ്പിൾസ് ട്രൂലി റാൻഡം ആണേലും അല്ലേലും ഡേറ്റയ്ക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ കാണും. ഓക്കെ, ഒരു അണ്ടർലൈയിങ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണും ഡേറ്റയ്ക്ക്. ആ ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ എല്ലാ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസിനും ഇസ് ഡിഫൈൻഡ് ബൈ, അതിനെ നമ്മൾ ഇന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറയുമ്പോൾ വി ഹാവ് ഗോട്ട് എ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. ഓക്കെ, അപ്പം ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഞാൻ ഡിസൈഡ് ചെയ്യുന്നത് എന്റെ പുതിയ ഡേറ്റ എവിടെയായിരിക്കും ആ പർട്ടിക്കുലർ കർവേല് സ്റ്റോർഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാച്ച് ആവുന്നത് എവിടെയായിരിക്കും എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ രീതിയിലാണ് ക്ലാസിഫിക്കേഷൻ നടത്താൻ പോകുന്നത്. ഓക്കെ, നോർമലി ഫോർ ദ ഡേറ്റ സെറ്റ്സ് നമുക്ക് സാധാരണ റിയൽ വേൾഡ് ഡേറ്റ സെറ്റ്സിൽ കിട്ടുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ചില പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഒന്ന് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബൈനോമിയൽ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോണം, നോർമലി ഇതിൻ്റെ അകത്ത് രണ്ട് ക്ലാസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ ഇറ്റ്സ് എ യെസ് ഓർ എ നോ, എ ട്രൂ ഓർ എ ഫോൾസ്, എ സക്സസ് ഓർ എ ഫെയിലിയർ. ആ രീതിയിലുള്ള ഡേറ്റ സെറ്റ്സിനാണ് സാധാരണഗതിയിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കിടക്കുന്നത്. ഇനി ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അളക്കുന്നത് എത്ര യെസസ് ഉണ്ട് ഒരു സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് എക്സ്പെരിമെന്റ്സിന്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് യെസസ് ഓർ സക്സസസ് ഫോർ എ സെറ്റ് ഓഫ് n ഇൻഡിപെൻഡന്റ് എക്സ്പെരിമെന്റ്സ്. ആ പ്രോബബിലിറ്റി ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് അവർ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ദ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഡിസ്ക്രീറ്റ് probability distribution of the number of successes with the probability p in a sequence of n different experiments. അപ്പൊ ഇതിൽ നമ്മുടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് n എന്ന് പറയുന്ന എത്ര എക്സ്പെരിമെന്റ്സിലാണ് നമുക്ക് p എന്ന് പറയുന്ന സക്സസസ് കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ n-ഉം p-യും നമുക്ക് പ്രോപ്പർ ആയിട്ട് ഗസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ പുതിയ ഏത് ഡേറ്റ നമുക്ക് ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടിയാലും നമുക്ക് അതിനെ കറക്റ്റ് ആയിട്ട് ഒരു യെസ് ആണോ നോ ആണോ എന്ന്
ഒരു പരിധി വരെ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. Okay, so that is the case of binomial distribution. Ini supposing my data is in Poisson distribution. Poisson distribution ആണെന്നുണ്ടെങ്കിൽ ഇവിടെ probability of an event occurring ആണ്. എത്ര പ്രാവശ്യം ഒരു particular set of events can occur in a fixed amount of time. അപ്പം പല ഇവന്റുകൾ കാണും. ഈ ഓരോ ഇവന്റിനും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ടൈമിൽ എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും കൊണ്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് പോസോൺ ഡിസ്ട്രിബ്യൂഷന് ആവശ്യമായ നമ്പർ ഓഫ് ഇവന്റ്സ് ആൻഡ് ടൈം ആൻഡ് അസംഷൻ ഇസ് ദാറ്റ് ഈ ഓരോ ഇവന്റും പ്രീവിയസ് ഇവന്റിൽ നിന്നും ഇൻഡിപെൻഡന്റ് എന്നാണ് നമ്മുടെ അസംഷൻ. അപ്പൊ ആ പർട്ടിക്കുലർ ഇവന്റും നമ്പർ ഓഫ് ഇവന്റ്സും ടൈമും ആണ് നമ്മുടെ ഇവിടുത്തെ പാരാമീറ്റേഴ്സ്. ഇത് രണ്ടും നമുക്ക് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ ഈ പോസോൺ ഡിസ്ട്രിബ്യൂഷനിലേക്ക് ഡേറ്റ ഫിറ്റ് ആകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഫിറ്റ് ആകുമെങ്കിൽ ആ ഡേറ്റയുടെ ഏത് പുതിയ വാല്യൂ കിട്ടിയാലും നമുക്ക് ഒരുവിധം കറക്റ്റ് ആയിട്ട് ആൻസറിനെ ഗസ് ചെയ്യാനായിട്ട് പറ്റും. എത്ര പ്രാവശ്യം ഇവന്റ് ഒക്കർ ചെയ്യും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ഏറ്റവും കൂടുതൽ നമ്മൾ ഡേറ്റ സെറ്റ്സിൽ കാണുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അത് സാധാരണ ഒരു ബെൽ ഷേപ്പിലായിരിക്കും വരുന്നത്. അപ്പൊ കൂടുതലും ഡേറ്റ ഈ മീൻ എവിടെയാണോ ഉള്ളത് അവിടെയായിരിക്കും കൂടുതൽ ഡേറ്റ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ടുവേർഡ്സ് ദി എഡ്ജസ് മീനിന്റെ ദൂരെയോട്ട് പോകുന്നതിനനുസരിച്ച് ലെസ് നമ്പർ ഓഫ് ഡേറ്റ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ദിസ് ഇസ് എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് നോർമലി നമ്മളിപ്പം ഏത് നോർമൽ ഇവന്റ് ലോകത്തിൽ നടക്കുന്ന ഏത് നോർമൽ ഇവന്റും നമ്പർ ഓഫ് കാർസ് going through a particular junction in 1 hour or in a whole day, ഇതൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കൂടുതൽ കൗണ്ട് 100 നമ്പർ ഓഫ് കാർസ് ഒരേ സമയത്ത് വരാനായിട്ടാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, ഓർ സർട്ടൻ ഡ്യൂറേഷൻ ഓഫ് ടൈം. കുറവുള്ളത് ഒരേ ടൈമിൽ വരാനായിട്ടാണ് ചാൻസ് ഉള്ളത്. ഓക്കെ, സോ ഇത് നോർമൽ ഇവന്റ്സ് എല്ലാം ഇങ്ങനെയാണ്. നമ്പർ ഓഫ് പേഷ്യൻസ് കമ്മിങ് ടു എ ഹോസ്പിറ്റൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം, അങ്ങനെ നമ്മൾ എടുക്കുവാണെങ്കിലും നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി പാൻഡമിക് ആയിട്ടുള്ള ഒരു സീസണിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ സ്ലൈറ്റ്ലി സ്ക്യൂഡ് ആയിരിക്കാം. അപ്പൊ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും സ്ക്യൂഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നോർമൽ കേസിൽ എന്ന് വെച്ചാൽ ഡേറ്റ വിൽ ബി സിമെട്രിക് ആൻഡ് ഏറ്റവും കൂടുതൽ ഡേറ്റ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ മീൻ സെന്ററിലായിരിക്കും നമുക്ക് കൂടുതൽ ഡേറ്റ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. That kind of distribution is called normal distribution. വേറെ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഡേറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നാണ് അസ്യൂം ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ എസ്റ്റിമേഷൻ ഒക്കെ നമ്മൾ ചെയ്യുക. അഥവാ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ പറയും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്ന് പറയും. അപ്പൊ അത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം. പോസോൺ ഡിസ്ട്രിബ്യൂഷനും നോർമൽ ക്വസ്റ്റ്യൻസ് കാണാറില്ല, പക്ഷെ കാണുവാണെങ്കിൽ പോസോൺ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷനും തന്നിട്ടുണ്ടോ, അപ്പൊ അതേ ബേസ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. Okay, now ഈ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. സോ ഇൻ binomial distribution, I told you there are two parameters, n and p. In normal distribution there are two parameters, mean and standard deviation. Okay, mu sigma ആണ് നമ്മുടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാരാമീറ്റേഴ്സിനെ ഫിക്സ് ചെയ്യുക എന്നുള്ള അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുക, നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിൾ വെച്ചിട്ടേ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ലോകത്തിലുള്ള എല്ലാ സാമ്പിൾസ് നമ്മൾ ഒരിക്കലും കളക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് we are assuming that every data that we get will be a true representative of the sample. Okay, എന്നിട്ടാണ് നമ്മൾ ഈ എല്ലാ എക്സ്പെരിമെന്റ്സും ചെയ്യുന്നത്. സോ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ MLE എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ എന്ന് വെച്ചാൽ നമുക്ക് മാത്തമാറ്റിക്കൽ ഫോർമുലാസ് യൂസ് ചെയ്ത് ഇതിന്റെ റിസൾട്ട് പാരാമീറ്റേഴ്സിനെ കണ്ടെത്താനായിട്ട് കഴിയും. ഓക്കെ, നൗ ഹൗ ഡു വി വാണ്ട് ടു ഫൈൻഡ് ദ പാരാമീറ്റേഴ്സ്? ഒരേ ഒരു കൺസ്ട്രെയിന്റ് മാത്രമേ ഉള്ളൂ, മിനിമം എററോട് കൂടി നമുക്ക് ഈ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യണം. മിനിമം എറർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഡേറ്റ സെറ്റ് എത്രത്തോളം ട്രൂ ആണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് മിനിമം എറർ ഉണ്ടാവുന്നത്. സോ വെൻ വി ഗെറ്റ് എ പ്രോബ്ലം ഫോർ ദി എക്സാമിനേഷൻ, നമ്മുടെ അസംഷൻ ഇസ് ദാറ്റ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ സെറ്റ് ട്രൂ ആണ്. ഓക്കെ, അതിൻ്റെ അകത്ത് നോയ്സും അല്ലാത്ത കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. റിയൽ ഡേറ്റ നമ്മുടെ കൈ കിട്ടുമ്പോൾ നമ്മൾ ഈ ട്രൂ ഡേറ്റ സെറ്റ് ആക്കാനായിട്ട് ചില
എന്തോ പ്രീ പ്രോസസ്സിംഗ് സ്റ്റെപ്സ് ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഈ എസ്റ്റിമേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, നൗ സപ്പോസ് ദാറ്റ് വി ഹാവ് ഗോട്ട് എ റാൻഡം സാമ്പിൾ. എക്സ് എന്ന് പറയുന്ന റാൻഡം സാമ്പിൾ ഉണ്ട്. ഈ എക്സ് വെക്ടറിന്റെ അകത്ത് n എലിമെന്റ്സ് ഉണ്ട്, കോമ്പണൻസ് ഉണ്ട്. സോ ക്യാപിറ്റൽ എക്സ് ആണ് നമ്മുടെ സാമ്പിൾ. ആ സാമ്പിളിന്റെ അകത്ത് n ഫീച്ചേഴ്സ് ഉണ്ട്. സോ x1, സ്മോൾ x1 എക്സെട്ര സ്മോൾ xn, n ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സപ്പോസിങ് ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് x given theta, where theta is the parameters. So probability distribution is P with input x and the parameters are theta. MLE ചെയ്യുമ്പം ഈ തീറ്റാനെയാണ് നമ്മൾ ഗസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ഇൻ MLE we are finding the set of parameters theta. X is n components ഉള്ള ഒരു ഇൻപുട്ട് and theta is എത്രയോ കോമ്പണൻസ് ഉള്ള ഒരു പാരാമീറ്റർ സെറ്റ്. ആ സെറ്റിനെ എസ്റ്റിമേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ MLE നമുക്ക് ചെയ്തു തരാനായിട്ട് പോകും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഹൗ ഡു വി ഫൈൻഡ് ദ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ? n എലിമെന്റ്സ് ഉള്ള ഒരു ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ സിംപ്ലി ഐ ടോൾഡ് യു ഓൾറെഡി ഇൻഡിപെൻഡന്റ് ആണ് എന്നാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, ദ ഫീച്ചേഴ്സ് ആർ ഇൻഡിപെൻഡന്റ് എന്നാണ് നമ്മുടെ അസംഷൻ. ആ അസംഷനെയാണ് നമ്മൾ ഈ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. The log likelihood function will simply be probability of x1 given theta plus the probability of x2 given theta plus the probability of x3 given theta etc. plus the probability of xn given theta. Okay, ഇതിന്റെ അകത്തെ ഈ L of theta likelihood ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈ ലൈക്ലിഹുഡിനെ ആ തീറ്റ ഓരോ തീറ്റ മാറ്റി മാറ്റി നോക്കുമ്പോഴത്തേനും ഈ പർട്ടിക്കുലർ സെറ്റ് തീറ്റ മാക്സിമൈസ് ലൈക്ലിഹുഡിന്റെ വാല്യൂ മാക്സിമൈസ് ചെയ്യുന്ന ഏത് സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ആണോ നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മുടെ പാരാമീറ്റർ. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് കോൺസെപ്റ്റ് ഇൻടു ആക്ച്വൽ distribution functions and see how we can calculate the parameters. Okay, supposing we have got a Bernoulli distribution. Bernoulli distribution എന്ന് പറയുന്നത് binomial distribution with a single case. Okay, സിംഗിൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഒരു പ്രാവശ്യം എക്സ്പെരിമെന്റ് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് സിമിലർ ടു ദി ബൈനോമിയൽ കേസ്. ഓക്കെ, രണ്ട് ക്ലാസ് ആണുള്ളത്. അപ്പം ഒരു സക്സസിന്റെ പ്രോബബിലിറ്റി, ഒരു ഇവന്റ് ഒക്കർ ചെയ്യുന്ന പ്രോബബിലിറ്റി P ആണെങ്കിൽ ഒക്കർ ചെയ്യാത്ത പ്രോബബിലിറ്റി 1 മൈനസ് P ആണ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ ദിസ് our probability function is probability a function of x given the parameter P will be equal to probability P raised to x into 1 minus P raised to 1 minus x. അപ്പോൾ x events, small x events success ആണെങ്കിൽ 1 minus x events ആയിരിക്കും success അല്ലാത്തത്. Okay, because probability 1 ആണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് the probability of occurrence P ആണെങ്കിൽ probability of it not occurring is 1 minus P. Okay, so x എന്ന് പറയുന്ന ഇവന്റ് ഒക്കർ ചെയ്യാനുള്ള ചാൻസ് P ആണെങ്കിൽ അതൊക്കെ ചെയ്യാതിരിക്കാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് 1 minus P ആണ്. Okay, there x can either be 0 or 1. Okay, this is our Bernoulli distribution. This is a special case of binomial distribution. Okay, ഇത് നമ്മുടെ ഫംഗ്ഷൻ ആണെങ്കിൽ if our density function, probability density function is f of x given P, where P is equal to P raised to x into 1 minus P raised to 1 minus x. This is the Bernoulli distribution. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ P എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ലോഗ് ലൈക്ലിഹുഡ് കണ്ടു. ഓരോ x1ന്റെ വാല്യൂസിന്റെയും ലോഗ് ലൈക്ലിഹുഡ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ വി ഹാവ് L of P, മറ്റേ തീറ്റ ആയിരുന്നു, ഇവിടെ നമ്മുടെ പാരാമീറ്റർ P ആണ്. ഓക്കെ, സോ L of P is equal to log of f x1 given P plus log of f x2 given P plus log of f x3 given P etc. log of f xn given this parameter P. Okay, ഇതിനെ f of x1 given P എന്ന് പറയുന്നത് നമ്മുടെ
പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് പി എന്ന് പറയുന്നത് പി റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് പി റേസ് ടു 1 മൈനസ് എക്സ് ആണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ x1 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ലോഗ് ഓഫ് പി റേസ് ടു x1 ഇൻറ്റു 1 മൈനസ് പി റേസ് ടു 1 മൈനസ് x1. അങ്ങനെ ഓരോ ടേമിലും ആ ഓരോ എക്സിന്റെ വാല്യൂ നമ്മൾ പ്ലേസ് ചെയ്യും. എന്നിട്ട് we are going to find what is log of p raised to x1. Log of p raised to x1 is the same as x1 log of p. അല്ലേ? x raised to some term ഉണ്ടെങ്കിൽ നമ്മുടെ log എന്ന് പറയുന്നത് that term into log of the exponent മാറ്റിയിട്ടുള്ള term. Okay, so that is what we are doing in the next step. Multiplication plus 1. So we are doing ഓരോ ടേമിനെയും ആ ലോഗ് എടുത്തെടുത്ത് പോവാണ്. So finally we have x1 log p minus plus 1 minus x1 log 1 minus p plus etc. xn log p plus into 1 minus x n log 1 minus p. Okay, ഇത് ഡയറക്റ്റ് മാത്തമാറ്റിക്സ് ആ. ഇത് പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടി ഒന്നുമുള്ള കാര്യമല്ല. ലോഗ് ഓഫ് 2 terms with exponents ആണെന്നുണ്ടെങ്കിൽ this is our function. Now we have got the likelihood function. Okay, now ഈ likelihood function maximize ചെയ്യണമെന്നുണ്ടെങ്കിൽ the derivative of the likelihood function must be equal to 0. That means loss 0 ആയിരിക്കണം, എന്നാലാണ് function maximize ആവത്തുള്ളൂ. Okay, so ആ ഫംഗ്ഷന്റെ dl derivative to the base p, ആ പാരാമീറ്ററിന്റെ ബേസിസിൽ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഓക്കെ, അതിനെ എന്നിട്ട് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എല്ലാം ലോഗ് ആണല്ലോ. ലോഗ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് ടു ദ ബേസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്. ഓക്കെ, അതിന്റെ ബേസിസിൽ നമ്മൾ ഇതിനെ ഡിറൈവ് ചെയ്യുമ്പം x1 log p എന്തുവാ? 1 by p. Log x d of log x divided by dx is equal to 1 by x. So it is x1 divided by p. അതേപോലെ തന്നെ plus 1 minus x1 divided by 1 minus p. Okay, അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഓരോ ടേമും ഇതുപോലെ നമ്മൾ ലോഗ് ലൈക്ലിഹുഡ് കണ്ടുപിടിക്കുക, സോറി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്നത് ഈ ടേം. ഓക്കെ, ഡയറക്റ്റ് ആപ്ലിക്കേഷൻ. ഇതിലൊന്നും വലിയ മാത്തമാറ്റിക്സ് ഒന്നുമില്ല. നമ്മൾ സാധാ പഠിക്കുന്ന ബേസിക് മാത്തമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. ഇതിനെ ഈക്വൽ ടു 0 ചെയ്ത് ഈ ഇക്വേഷനെ നമ്മൾ മിനിമൈസ് ചെയ്യാം ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പി. 0യിലേക്ക് ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് ഇനി ഇതിനെ സാധാരണ നമ്മൾ ചെയ്യുന്ന ഈ ഡിനോമിനേറ്റേഴ്സിനെ കോമൺ ആക്കി അതിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് അത് കട്ട് ചെയ്യാൻ പറ്റുന്ന ടേംസ് എല്ലാം കട്ട് ചെയ്ത് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം we get that p is approximately equal to the mean of the features, n features. Okay, now ഇവിടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്തിട്ട് ഞാൻ ഈ ഡെറിവേഷൻ ഞാൻ പറഞ്ഞു പോവുകയാണല്ലോ ചെയ്തത്, നിങ്ങൾ അത് ഡിറൈവ് ചെയ്ത് നോക്കുക. ഡിറൈവ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതേ ആൻസർ ആണോ, ഡയറക്റ്റ് ഡെറിവേഷൻ ആണ് എന്നാൽ കൂടി ചെയ്ത് നോക്കുക. എന്നിട്ട് അത് ഇതേ ആൻസർ ആണോ കിട്ടുന്നത് എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അറ്റ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ ഐ വിൽ പുട്ട് ദി ഡെറിവേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അറ്റ് ദി എൻഡ് ഓഫ് ദിസ് വീഡിയോ. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമ്മൾ പിനെ എസ്റ്റിമേറ്റ് ചെയ്തു. എം എൽ ചെയ്യുന്നത് എന്തുവാ? പാരാമീറ്ററിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതാണ് എം എല്ലിന്റെ ജോലി. ഓക്കെ, സോ ഇവിടെ എന്ന് തന്നിട്ടുണ്ട്, നമ്മൾ പി എസ്റ്റിമേറ്റ്. സോ ദാറ്റ് ഇസ് ഡൺ ദർ. ഇനി സ്പെഷ്യൽ കേസ് ആണ്, ഒറ്റയ്ക്ക് ഒരു സെറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ബെർണോളി ഡെൻസിറ്റി വെച്ചിട്ട് കണ്ടത്. ഓക്കെ, ഇതിനെ തന്നെ ജനറലൈസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ് ബിക്കംസ് എ മൾട്ടിനോമിയൽ ഡെൻസിറ്റി. മൾട്ടിനോമിയൽ ഡെൻസിറ്റി ഫംഗ്ഷൻ. അപ്പൊ മൾട്ടിനോമിയൽ ഡെൻസിറ്റി ഫംഗ്ഷനിൽ ഒരു യെസ് നോ മാത്രമല്ല ഉള്ളത്, നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ക്ലാസ്സസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പം ഓരോ ക്ലാസ്സിനും ഒരു പ്രോബബിലിറ്റി ഉണ്ട്.
The occurrence of each class has got a probability, and the sum of all these probabilities is equal to 1. Okay, so k classes ഉണ്ടെങ്കിൽ first class occur ചെയ്യാനായിട്ട് probability p1 ആണ്, second class occur ചെയ്യാൻ probability p2 ആണ്, kth class occur ചെയ്യാനായിട്ട് probability k ആണ്. p1 plus p2 plus p3 plus etc pk ആണ് equal to 1. So the probabilities എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ we must get 1. Okay, so നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് എന്ന് ഇവിടെ പറയാൻ പറ്റത്തില്ല, കാരണം ഇവിടുത്തെ എക്സാമ്പിളിൽ ഔട്ട്പുട്ടിനെയാണ് എക്സ് ആയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഔട്ട്പുട്ടിൽ നമുക്ക് k ഔട്ട്പുട്ട്സ് കാണും. ഇഫ് ദ ഇൻപുട്ട് ബിലോങ്സ് ടു ക്ലാസ് I, then only x of I will be 1. ബാക്കിയെല്ലാം 0 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ക്ലാസ്സിലേക്കാണ് ബിലോങ് ചെയ്യുന്നതെങ്കിൽ x1 മാത്രം 1 ആയിരിക്കും, ബാക്കി k എലമെന്റ്സും ഔട്ട്പുട്ടിൽ 0 ആയിരിക്കണം. ഓക്കെ, സെക്കൻഡ് ക്ലാസ്സിലേക്കാണ് നമ്മുടെ ഇൻപുട്ട് ബിലോങ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ x2 മാത്രം 1 ആയിരിക്കണം, ബാക്കിയെല്ലാം 0 ആയിരിക്കണം. അങ്ങനെയാണ് ഇവിടെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഫംഗ്ഷൻ പഴയ ഫംഗ്ഷൻ തന്നെയാണ്. ഈ പ്രോബബിലിറ്റി ഫംഗ്ഷനിലേക്ക് നമ്മൾ പ്രോബബിലിറ്റീസ് എക്സ് എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ കൊടുക്കുമ്പോഴത്തേനും ഈ പ്രോബബിലിറ്റീസ് p1 to pk ഉണ്ട്, ബിക്കോസ് ദർ ആർ k പാരാമീറ്റേഴ്സ്. അപ്പൊ ഓരോ പ്രാവശ്യവും നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്തുവാ, പ്രോബബിലിറ്റി p ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് p റേസ് ടു x, ആൻഡ് ഒക്കർ ചെയ്യാതിരിക്കാനുള്ള ചാൻസസ് 1 മൈനസ് p റേസ് ടു 1 മൈനസ് x. അങ്ങനെയല്ലേ നമ്മൾ ഫംഗ്ഷൻ കണ്ടത്. സോ ഇവിടെ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത് is f of x given എല്ലാ p'സും. സോ p1 raised to x1 into p2 raised to x2 into p3 raised to x3 etc into pk raised to xk ആണ് നമ്മുടെ occurrence-ന്റെ probability function. And if we do n random experiments, then my output will be n experiments ഉണ്ടെങ്കിൽ ഓരോ എക്സ്പെരിമെന്റിനും ഒരു ഔട്ട്പുട്ട് ഉണ്ട്. So x of I ആണ് ഔട്ട്പുട്ട് എങ്കിൽ and I must range from 1 to n. Okay, and each output will have k values. കാരണം ഓരോ ഔട്ട്പുട്ടിലും k വാല്യൂസിനും വാല്യൂ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു k x വാല്യൂ മാത്രമേ 1 ആയിരിക്കത്തുള്ളൂ. Okay, so that's why the output is represented over here as x1i, x2i plus etc xki. Okay, so k ക്ലാസ്സുകൾ ഉണ്ട്. സോ ഓരോ ക്ലാസ്സിനും ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ith ഇൻപുട്ട് കൊടുത്തപ്പം നമുക്ക് ഔട്ട്പുട്ട് ഈ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ പാരാമീറ്റർ എങ്ങനെയാ, പഴയതിന്റെ സെയിം പ്രോസസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഓരോ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. സോ പ്രോബബിലിറ്റി ഓഫ് k വിൽ ബി ഗിവൺ ബൈ 1 divided by n. എത്ര പ്രാവശ്യം ആ എക്സ്പെരിമെന്റ് kക്ക് വേണ്ടി ചെയ്തോ അതിന്റെ ഓരോ ഔട്ട്പുട്ടും xk1 plus xk2 plus etc xkn. അങ്ങനെ p1ന്റെ കണ്ടുപിടിക്കണം, p2ന്റെ കണ്ടുപിടിക്കണം, p3ന്റെ കണ്ടുപിടിക്കണം, എല്ലാ k വരെയുള്ള പാരാമീറ്റേഴ്സിനെ കണ്ടുപിടിക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് ദ ഫസ്റ്റ് വൺ. ഇതിനെ ജനറലൈസ് ചെയ്തിരിക്കുവാണ്. അവിടെ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു, p കണ്ടുപിടിച്ചു. ഇവിടെ k ക്ലാസ്സസ് ഉണ്ട്, അപ്പൊ k പ്രാവശ്യം നമ്മൾ ചെയ്തിട്ട് ആ k ക്ലാസിന്റെയും p നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് മൾട്ടിനോമിയൽ ഡെൻസിറ്റി. നൗ നോർമൽ ഡെൻസിറ്റി. Okay, now normal distribution function എന്ന് പറയുന്നത് 1 divided by sigma root 2 pi into e raised to minus x minus mu the whole square divided by 2 sigma square, where x ranges from minus infinity to infinity. ഞാൻ പറഞ്ഞു ബെൽ കർവ് ആണ്. ഓക്കെ, ഈ ബെൽ കർവ് സീറോയിലേക്ക് എത്തുന്നില്ല, അതിങ്ങനെ പിന്നെ ആസ് വി മൂവ് അവേ ഫ്രം ദ മീഡിയൻ, ദാറ്റ് ഇസ് ഫ്രം മ്യൂ, മ്യൂയുടെ എവേ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ബെൽ എന്ന് പറയുന്നത് പിന്നെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് നോട്ട് കമ്മിങ് ടു സീറോ, ബട്ട് ഇറ്റ് ഇസ് മൂവിങ് ഇൻഫിനിറ്റി വരെ പൊയ്ക്കൊണ്ടിരിക്കുക. സോ ദ എക്സ് വാല്യൂസ് ക്യാൻ റേഞ്ച് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഓക്കെ, ഈ ഫംഗ്ഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, നോർമൽ ഫംഗ്ഷൻ, അതുപോലെ ബൈനോമിയൽ ഫംഗ്ഷൻ, ഇതൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. പോയ്സോൺ ഫംഗ്ഷൻ, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഈ മൂന്നെണ്ണമാണ് സാധാരണഗതിയിൽ ചോദിക്കുന്നത്. അല്ലാത്ത ഏതെങ്കിലും തരുവാണെങ്കിൽ ഫംഗ്ഷൻ തരും. ഓക്കെ, എക്സാമിനേഷൻ തരും. അല്ലാതെ ചോദിക്കാൻ വഴിയില്ല, എന്നാൽ കൂടി
I'm telling you. Okay, ഈ മൂന്നെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. Okay, now നേരത്തെ പോലെ തന്നെ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മുടെ സാമ്പിൾ ഇവിടെ ഔട്ട്പുട്ട് അല്ല, സാമ്പിൾ ആണ്. സാമ്പിൾ ഇസ് x1 x2 etc xn. Okay, n എലിമെന്റ്സ് ഉള്ള ഒരു സാമ്പിൾ ആണ് നമുക്കുള്ളത്. Okay, so log likelihood function ഇവിടെ parameters are mu and sigma. ഇത് രണ്ടുമാണ് നമ്മൾ ഗസ് ചെയ്യുന്നത്. മീൻ എന്തായിരിക്കും, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. സിഗ്മ എന്ന് പറയുന്നത് വേരിയൻസ് എത്രയായിരിക്കും, സോറി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയായിരിക്കും, വേരിയൻസ് സ്ക്വയർ, സിഗ്മ സ്ക്വയർ. ഓക്കെ, സോ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നതാണ് ദ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇസ് -n/2 log 2π മൈനസ് ലോഗ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഓരോന്നിൽ. സോ -n/2 എന്തുകൊണ്ടാ, സ്ക്വയർ റൂട്ട് ഓഫ് 2π ആണ്. സ്ക്വയർ റൂട്ട് ഇസ് 2π raised to 1/2. അതുകൊണ്ടാണ് -n/2 എന്ന് വരുന്നത് when we find the log of that first term. Okay, in terms of pi and mu. So -n/2 log 2π -n log sigma. പിന്നെ എക്സ്പൊണൻസിയേഷൻ ആണ്. എക്സ്പൊണൻസിയേഷൻ എന്ന് പറയുമ്പോഴത്തേനും ആ കോൺസ്റ്റന്റ് ടേം നമുക്ക് വെളിയിലോട്ട് എടുത്ത് -1/2 sigma square, because it will come with each of the terms, and then we are taking each term only. Okay, so we have x1 n terms on the, so x minus mu the whole square will become x1 minus mu the whole square plus x2 minus mu the whole square plus etc xn minus mu the whole square. Okay, n terms അങ്ങനെയായിരിക്കും വരുന്നത്. സോ കോൺസ്റ്റന്റ് ടേം മാത്രം വെളിയിൽ എടുത്തിട്ട് ഈ ടേം ആണ് നമ്മുടെ എക്സ്പൊണൻസിയേഷൻ ആയതുകൊണ്ട് ലോഗ് വിൽ ബി വിതൗട്ട് ദ എക്സ്പൊണൻസിയേഷൻ. അപ്പൊ ആ വാല്യൂ മാത്രം നമ്മൾ എടുത്തു വെച്ചാൽ മതി. ഓക്കെ, സോ ദിസ് ഇസ് അവർ ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ഇനി വളരെ സിമ്പിൾ ആണ്. നേരത്തെ ചെയ്തത് ഒരു പാരാമീറ്ററിന്റെ ചെയ്തപ്പം ആ ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് പാരാമീറ്റർ ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാണ് നമ്മൾ ലോഗ് ലൈക്ലിഹുഡിന്റെ പാരാമീറ്ററിന്റെ വാല്യൂ കണ്ടുപിടിച്ചത്. ഇവിടെ രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് find the value of mu, estimate the value of mu by finding the derivative of the log likelihood function based on the derivative of mu and that equate to 0. Okay, അതുപോലെ സിഗ്മ കണ്ടുപിടിക്കാനായിട്ട് dl divided by d sigma is equal to 0 ചെയ്യുക, എന്നിട്ട് സിഗ്മ കണ്ടുപിടിക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ we get again that the median, കാരണം ഇതിന്റെ കണ്ടാൽ തന്നെ നമുക്കറിയാം x1 അല്ല mu terms എന്ന് പറയുന്നത് ഈ ഇവിടെ മാത്രമേ ഉള്ളൂ. അതെല്ലാം x1 plus x2 plus x3 plus x4 അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, സോ ഒബ്വിയസ്ലി ന്യൂ ആയിട്ട് മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ we will get the mean. ഓക്കെ, സോ mean of all the x terms ആണ് നമ്മുടെ mu എന്ന് പറയുന്നത്. സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് മീനിൽ നിന്നും x1ന്റെ ഡിഫറൻസ് ആണ്. സോ we get 1 divided by n into x1 minus mu the whole square. ഇവിടെ സ്ക്വയർ ആയതുകൊണ്ടാണ്, വേരിയൻസ് കണ്ടുപിടിക്കുന്നത് കൊണ്ടാണ്. സോ x minus mu the whole square plus etc xn minus mu the whole square. ഓക്കെ, സോ ഈ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക്, that is once we know the equation, ഏത് ഡേറ്റ നമുക്ക് ഇൻപുട്ട് ആയിട്ട് കിട്ടിയാലും നമുക്ക് മ്യൂവും സിഗ്മയും എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, വിത്ത് ദിസ് I am ending today's class. After this you can see the derivation part of the equation earlier which I had shown you. I hope നിങ്ങൾ ആദ്യം ചെയ്യണം, എന്നിട്ട് ചെക്ക് ചെയ്യുക whether you got the same thing that I have got. Thank you.